കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് കോണ്ടന്റ് നമ്പറിനെ കുറിച്ചാണ് പഠിച്ചത്. ഈ കുറച്ച് കാര്യങ്ങളാകുമ്പോൾ ഈ ചാപ്റ്റർ തീരും. ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് ആണ്. ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്, ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്. ഓർബിറ്റൽസ് നമ്മൾ പറഞ്ഞു എസ് ഓർബിറ്റല്, പി ഓർബിറ്റല്, ഡി ഓർബിറ്റൽ ആൻഡ് എഫ് ഓർബിറ്റൽ. അങ്ങനെ 4 ഓർബിറ്റൽസാണ് ഉള്ളത്. ആ ഓർബിറ്റലിന്റെ ഷേപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ സ്പെറിക്കൽ. പി ഓർബിറ്റലിന്റെ ഷേപ്പ് ഡംബൽ, ഡംബൽ. ഡി ഓർബിറ്റലിന്റെ ഷേപ്പ് ഡബിൾ ഡംബൽ. എഫ് ഓർബിറ്റൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഷേപ്പ് ഇല്ല, ഡിഫ്യൂസ്ഡ് ഷേപ്പ് ആണ്. അപ്പോൾ ഇത് 3 മതി. ആ ഷേപ്പ് എങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാം, അതെങ്ങനെയൊക്കെ ഡിഫറൻസ് ആയിട്ടിരിക്കുന്നു നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ സ്പെറിക്കലാണ്. 2 എസ് ഓർബിറ്റൽ ഉണ്ട്. ഈ പടം വരയ്ക്കാനൊക്കെ ചോദിക്കും, നിങ്ങൾ പടം വരച്ചിട്ടേക്കണം, വരച്ച് പഠിച്ചേക്കണം. എസ് ഓർബിറ്റൽ, 1s ഓർബിറ്റൽ, ഇതാണ് എക്സ് വൈ ഇസഡ്, 1s ഓർബിറ്റൽ. ഈ പടം എന്താ വെച്ചാൽ ഇത് 1s ഓർബിറ്റലിന്റെ പടമാണ്. രണ്ടാമത്തെ ആളാണ് 2s ഓർബിറ്റൽ. ഇതാണ് 2s ഓർബിറ്റൽ. അപ്പൊ 2s ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് 1s, ഈ വരയ്ക്കുന്ന പടമാണ് 2s. 2s ഓർബിറ്റൽ, എക്സ് വൈ ഇസഡ്. ഇതാണ് 2s ഓർബിറ്റൽ. അല്ല, 2 സ്പെറിക്കൽ ഷേപ്പാണ്. ഇത് കണ്ടോ, ഇതൊരു ചെറിയ 1s ഓർബിറ്റൽ സ്മാൾ ആണ്, 2s ഓർബിറ്റൽ ലാർജുമാണ്. അതാണ് വ്യത്യാസം. ഇനി ഇതിൻ്റെ ഇടയ്ക്കുണ്ടോ കുറച്ച് സ്ഥലം, ഈ ഇരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം കണ്ടോ, അതിനെ വിളിക്കുന്ന പേരാണ് നോഡ് എന്നാ പറയുന്നത്. നോഡ്. ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് 0. അല്ലെങ്കിൽ പ്രോബബിലിറ്റി, ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയില്ലാത്ത ഓർബിറ്റലിനകത്തുള്ള മേഖലകളെ വിളിക്കുന്ന പേരാണ് നോഡ് എന്നാ പറയുന്നത്. ഇതാണ് നോഡ്. നോഡിനകത്തുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അത് നോഡിനകത്തുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെയും കാണും ഇലക്ട്രോൺ, ഇവിടെയും കാണും. ഇതിനകത്താണ് 2s-നകത്ത് ഇടയ്ക്കുള്ള ഇലക്ട്രോണിന്റെ പ്രോബബിലിറ്റി ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേര് നോഡൽ സർഫസ് അല്ലെങ്കിൽ നോഡ്സ് എന്നാ പറയുന്നത്. എന്താണ് നോഡ് എന്ന് പറയും. അപ്പോ എസ് ഓർബിറ്റലിനകത്ത് എത്ര നോഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ n-1 നോഡ് കാണും. n-1 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം n എന്ന് പറഞ്ഞാൽ എന്താണ്, 1s ഓർബിറ്റലിനകത്ത് നോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n-ന്റെ വാല്യൂ 1 is equal to എത്രയാണ്, 0. അപ്പോ എസ് ഓർബിറ്റലിനകത്തുള്ള നോഡ് കണ്ടുപിടിക്കാൻ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒന്നുമില്ല, ഈക്വേഷൻ ഉപയോഗിച്ചാൽ n-1. n എന്ന് പറഞ്ഞാൽ 1s ഓർബിറ്റൽ. അപ്പൊ 2s ഓർബിറ്റലിനകത്ത് നോഡ് ചോദിച്ചാൽ ഇവിടെ എത്ര കൊടുക്കണം, 2 -1 is equal to എത്ര കിട്ടി, 1. 3s ഓർബിറ്റലിനാണെങ്കിൽ 3-1 is equal to എത്ര നോഡ് ഉണ്ട്, 2 നോഡ്സ്. അപ്പൊ എസ് ഓർബിറ്റലിനകത്തുള്ള നോഡ് 0. ഏതെസ്സിലാ, 1s-ൽ. 2s-നകത്തുള്ള നോഡ് 1, 3s-നകത്തുള്ള നോഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 2. ഇത് 2s ഓർബിറ്റൽ അല്ലയോ, ഇതിനകത്ത് നോഡ് കണ്ടോ, ഈ സ്ഥലത്താണ് നോഡ് എന്ന് പറയുന്നത്. ഒരു നോഡ് ഉണ്ട് ഇതിനകത്ത്. 3s ആകുമ്പോൾ 3 എണ്ണം വരയ്ക്കണം. നമുക്ക് 1s 2s ആയിട്ടുള്ള പടം വരയ്ക്കാൻ ചോദിക്കത്തുള്ളൂ. അപ്പൊ നോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, n-1. എന്താണ് നോഡ് എന്ന് പറഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് ഡെൻസിറ്റി 0 ഉള്ള സ്ഥലങ്ങളെ ഒരു ഓർബിറ്റലിനകത്ത്
പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രോൺ കാണാത്ത സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് നോഡ് എന്ന് പറയും. നോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് n-1. ഓക്കെ, n-1 is equal to 0. ഇതാണ് ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. s ഓർബിറ്റലിന്റെ ഷേപ്പ് ചോദിച്ചാൽ സ്ഫെറിക്കൽ, p ഓർബിറ്റലിന്റെ ഷേപ്പ് ചോദിച്ചാൽ ഡംബൽ, d ഓർബിറ്റലിന്റെ ഷേപ്പ് ചോദിച്ചാൽ ഡബിൾ ഡംബൽ. ഓക്കെ, ഇപ്പൊ s ന്റെ 1s ഉം 2s ഉം ഡിഫറൻസ് ചോദിച്ചാൽ 1s സ്മാളറും 2s എന്താണ് ലാർജറും ആയിരിക്കും. പടം വരയ്ക്കാൻ ചോദിച്ചാൽ ഈ പടം വരയ്ക്കണം, 1s ന്റെയും വരയ്ക്കണം 2s ന്റെയും വരയ്ക്കണം. പിന്നെ നടുക്ക് വേണമെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ഇതിനകത്ത് വേണമെങ്കിലും ഏറ്റവും നടുക്ക് നമ്മൾ ചെറിയ റോബോട്ടാണ് വരയ്ക്കുക. ഇതെന്താ സാധനം? ഇത് ഓർബിറ്റൽസിന്റെ ന്യൂക്ലിയസിനെ സൂചിപ്പിക്കാൻ ഇങ്ങനെയാണെങ്കിലും വരയ്ക്കാം. 1s ഒന്നും ഇല്ലാതെ വരയ്ക്കുന്ന 2s, ഇത്രയേ ഉള്ളൂ. 1s ഓർബിറ്റലും 2s ഓർബിറ്റലിനെ ഷേപ്പ് ചോദിച്ചാൽ രണ്ടും സ്പെറിക്കലാണ്, ഒന്ന് സ്മാളറും ഒന്ന് ലാർജറും. പി നേരത്തെ ഞാനിവിടെ വരച്ചിട്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വരച്ചിട്ടായിരുന്നു. പിയുടെ ഷേപ്പ് അങ്ങ് പഠിച്ച് ഡംബൽ ഷേപ്പ്. ഇപ്പോൾ പി 3 ഉണ്ടെന്ന് പറഞ്ഞ് ഒന്നാമത്തെ ആള് px, ഇത് x, ഇത് y, ഇത് z. x, y, z. ഓക്കെ, x ഉണ്ട്, y ഉണ്ട്, z ഉണ്ട്. അപ്പോൾ ഈ എക്സിന്റെ ഷേപ്പ്, ഇതിന്റെ ഷേപ്പ് ഉണ്ടാവോ? ഇതാണ് px. ഓക്കെ, ഷേപ്പാണ് ഡംബൽ. ഈ ഷേപ്പിനെ വിളിക്കുന്ന പേര് ഡംബൽ. d px, ഇത് py, x, y, z. Z, pz, ഇതാണ് pz. z, x, y. ഓക്കെ, ഇതിന്റെ എല്ലാം ഷേപ്പ് എന്താണ്? ഡംബൽ. ഇനി ഇതിനകത്ത് നോഡ് എവിടെയാണ് കാണുന്നത്? ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ലോബ് എന്നാ പറയുന്നത്. ലോബ്സ്. ഇതൊരു ലോബ്, ഇതൊരു ലോബ്. ഇവിടെ ഇലക്ട്രോൺ ഇല്ലാത്ത സ്ഥലം എന്നാണ് ഇവിടെയാണ്. ഇതുണ്ട്, രണ്ടുകൂടെ ചേരുന്ന സ്ഥലം കണ്ട ഈ സ്ഥലം ഇതിനെ വിളിക്കുന്ന പേരാണ് നോഡ്സ്. പിക്കകത്ത് നോഡ്, പിക്കകത്ത് ഇലക്ട്രോൺ കാണുന്നത് ഈ ലോബിലും ഈ ലോബിലുമാണ്. ആ രണ്ട് ബലൂൺ വീർപ്പിച്ച് നമ്മൾ കൂട്ടി കെട്ടുമ്പോൾ കെട്ടുന്ന സ്ഥലത്ത് വിളിക്കുന്ന പേരാണ് നോഡ്സ്. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളാണ് ഇതിനകത്ത് നോഡ്സ്. ഇലക്ട്രോൺ ഇല്ലാത്ത സ്ഥലം, ഇലക്ട്രോൺ മാക്സിമം ഉള്ളത് ലോബ്സിനകത്താണ്. അപ്പം p3, px, py, px എന്ന് പറയും, py, pz. ഇതിനകത്ത് നോഡ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് ഇതിനകത്ത് ഇക്വേഷൻ ഉണ്ട്. n-2 എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് n-2. അപ്പൊ ഈ പിക്കകത്ത് നമ്മൾ എടുക്കുമ്പോൾ ഒന്നുമില്ല. 2p 2 - 2 ഫിസിക്കൽ എത്ര നോട്ട്സ് ആണ്? 0 നോട്ട്സ് എന്നാ പറയുന്നത്. നോട്ട്സ് ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവായിരിക്കും. എല്ലായിടത്തും ഇലക്ട്രോൺ മാക്സിമം കണ്ടുകൊണ്ടിരിക്കും. 4pയിലേക്കാണെങ്കിൽ ഉണ്ട് 4p. അപ്പൊ നമ്മൾ എഴുതാം 4pയിലാണെങ്കിൽ 4 - 2 ഫിസിക്കൽ എത്രയാണ്? 2. അപ്പൊ ഈ പിക്കകത്ത് പൊതുവെ നോട്ട്സിന്റെ എണ്ണം കുറവായിരിക്കും എസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ 2pയിലൊന്നും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3pയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നോട്ട്സ് ഒക്കെ ഉള്ളൂ. 3 - 2 2pയിലൊന്നും നോട്ട്സ് ഇല്ല എന്ന് പറയാം. അപ്പം നോട്ട്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാ? പിക്കകത്താണെങ്കിൽ നമ്പർ ഓഫ് നോട്ട്സ് ഇസിക്കൽ ടു n-2 എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ n-2. അടുത്ത ഡി ഓർബിറ്റലാണ്. അതാ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ആള് ഡി ഓർബിറ്റൽ. പിയും എസും പിയും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഡി ഓർബിറ്റൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 5 എണ്ണം ഉണ്ട്. 5ന്റെ പേര് വരച്ച് വെച്ചേക്കണം. ഇനിയിപ്പോൾ ഡി ഓർബിറ്റൽ എത്ര? ഇപ്പം ജി വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഡി ഓർബിറ്റൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് dxy, dxz, dyz. ഇവർ 3 ഒരേ ഗ്രൂപ്പാണ്. 5 പേരുണ്ട്. ഇത് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള രണ്ടായിട്ട് ഞാൻ തിരിക്കുന്നേ ഉള്ളൂ. dxy,
ഡി എക്സ് ഇസഡ് ഡി വൈ ഇസഡ്. ഓക്കെ, ഡി അടുത്തത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി ഇസഡ് സ്ക്വയർ. അടുത്ത രണ്ടെണ്ണം, മൊത്തം 5 എണ്ണം. ആ രണ്ടും വേറെ ഗ്രൂപ്പിലുള്ള ആൾ 5. അപ്പം ഡി ഓർബിറ്റൽ എത്ര എന്ന് വെച്ചാൽ 5 എണ്ണം. ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്. അടുത്ത ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഒരു മൈനസ് ഇട്ട് എഴുതുന്ന മൈനസ് നമ്മൾ വായിക്കത്തില്ല. ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നാ പറയുന്നത്. ഇതിന്റെ സ്ക്വയർ വൈയുടെ സ്ക്വയർ അത് തന്നെയാണ്. അടുത്ത ഡി ഇസഡ് സ്ക്വയർ. ഏതാ? ഡി ഇസഡ് സ്ക്വയർ. അതാണ് ഡി ഓർബിറ്റൽസ്. അതിന് പടം വരയ്ക്കുമ്പോൾ മനസ്സിലാവും ഡബിൾ ഡംബൽ ഷേപ്പ് ആണെന്ന് പറയും. ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്ന എക്സ് വൈ ആണ്. എക്സ് വൈ. ഓക്കെ, ഡി എക്സ് വൈ. ഡബിൾ ഡംബൽ അല്ലയോ? ഇതാണ് ഡി എക്സ് വൈ. എക്സും വൈയും ചേർക്കുമ്പോൾ ഡി എക്സ് വൈ ആയി. അടുത്ത ഏതാണ്? ഡി എക്സ് ഇസഡ്. ഡി എക്സ് ഇസഡ്. ഡി എക്സ് ഇസഡ്. ഒന്നുമില്ല, ആളുകളെ മാറ്റി കൊടുത്താൽ മതി. എക്സ് ഇസഡ് ആക്സിസ് അങ്ങ് മാറ്റി കൊടുത്താൽ ഷേപ്പ് ഒരേപോലെയാണ്. അത്രേ ഉള്ളൂ. ഇവിടെ എക്സും വൈയും ചേർത്താൽ മതി ആക്സിസ്, അവിടെ എക്സും ഇസഡും ചേർത്താൽ മതി. ഷേപ്പ് ഡബിൾ ഡംബൽ തന്നെയാണ്. ഡി വൈ ഇസഡും ഇതേപോലെയാ. ഇവിടെ അങ്ങ് വൈ കൊടുക്കണം, ഇവിടെ അങ്ങ് ഇസഡ് കൊടുക്കണം. അപ്പൊ എന്തായിട്ട് മാറി? വൈ ഇസഡ്. അല്ലെ സോറി, വൈ ഇങ്ങനെ കൊടുക്കണം. ഇത് ഇസഡ് എന്നെടുത്ത് ഇത് വൈ എന്ന് എടുത്തു. അപ്പൊ ഡി വൈ ഇസഡ് ആയി. 3 പേരായി, ഒരേപോലെ ഇരിക്കുകയാണ്. ഷേപ്പ് എന്താ? ഡബിൾ ഡംബൽ. ഏതൊക്കെയാ? ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്. ഓക്കെ ആയേ? ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്. 3 പേരായി. അടുത്ത 2 പേര് വരയ്ക്കുമ്പോൾ മാത്രം ഇത്തിരി കാര്യം ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ഏതാണ്? ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഏതാണ്? ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. അപ്പൊ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ മാത്രം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. എക്സിന്റെ സ്ക്വയർ വൈയുടെ സ്ക്വയർ. എക്സിന്റെ സ്ക്വയർ വൈയുടെ സ്ക്വയർ. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓർത്തണം, ഈ ആക്സിസിനകത്തൂടെ വരയ്ക്കണം. നമ്മൾ മറ്റേ 2 ആക്സിന് പുറത്താ വരച്ച്, ഇതുകൊണ്ട് ഈ വരയിൽ കൂടെ വരയ്ക്കണം. എക്സ് സ്ക്വയർ. എക്സിനകത്ത് 2 ലോബ്, അതാണ് എക്സ് സ്ക്വയർ. വൈക്കകത്ത് 2 ലോബ്, വൈ സ്ക്വയർ. പാളായി പൂവൊക്കെ വരച്ചിരിക്കുന്ന ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. അടുത്ത ആൾ ഡി ഇസഡ് സ്ക്വയർ. ഡി ഇസഡ് സ്ക്വയർ. അവസാനത്തെ ആള് വൈയും ഇസഡ്. ഡി ഇസഡ് സ്ക്വയർ. ഇസഡിനകത്ത് സ്ക്വയർ. അപ്പൊ ഇസഡിനകത്ത് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതൊന്ന് മാറ്റി വരയ്ക്കണം. ഇവിടെ വൈയും കൊടുക്കണം, ഇവിടെ ഇസഡ് കൊടുക്കണം. ഇസഡ് സ്ക്വയർ എന്നല്ല, ഇസഡിനകത്തൂടെ ആ ലോബ് വരയ്ക്കണം. ഇതൊന്ന് ആ ലോബ് ചുരുങ്ങി 2 എണ്ണം കൂടെ ചുരുങ്ങി ഒരുമിച്ച് ഒറ്റയെണ്ണം നായിങ്ങനെ വരയ്ക്കണം. അത്രേ ഉള്ളൂ. ഇതേപോലെ ഒരെണ്ണം 2 ലോബ് ചുരുങ്ങിയിരിക്കണം, ഡിഫ്യൂസ് ചെയ്ത് ചുരുങ്ങിയിരിക്കുന്നതാണ്. ഇതൊരു ലോബാണ്, 2 ലോബ് കൂടെ ഒരുമിച്ചിരിക്കാന്നേ ഉള്ളൂ. ഇസഡിനകത്ത് നമ്മൾ ഇസഡാണ് താഴെ ഇസഡ് സ്ക്വയർ. ഇതാകുമ്പോൾ 5 എണ്ണമായി. അതിന്റെ ഷേപ്പ് എല്ലാം എന്താണ്? ഡബിൾ ഡംബൽ. ഏതാണ്? ഡബിൾ ഡംബൽ. ഇതിനകത്തുള്ള റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് n-2. നേരത്തെ കണക്ക് തന്നെയാണ്. n-2 n-2 എന്ന് വെച്ചാൽ ഇത് ഡി എല്ലാം തുടങ്ങുന്നത് 3-ലാണ്. 3-2 3Dയിലുള്ള നോട്ട്സ് ചോദിച്ചാൽ 1 കേട്ടാ. n-2 എന്നാണ്. 3-ലല്ലേ ഡി തുടങ്ങുന്നത്. ഡി തുടങ്ങുന്നത് 3Dയിലാണ്. 2D ഒന്നും ഇല്ല, 3D. അപ്പൊ 3Dയിലുള്ള നോട്ട്സിന്റെ എണ്ണം ചോദിച്ചാൽ 3-2 = 1. അത്രേ ഉള്ളൂ. അതാണ് നോട്ട്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനും സാറിന്റെ ഏരിയ. ഇനി എഫ് നമുക്ക് ഷേപ്പ് കണ്ടുപിടിക്കാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് അത് പഠിക്കണ്ട. ഇപ്പം തൽക്കാലം പഠിക്കണ്ട. ഇനി നമ്മൾ പുതിയെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേനും പഠിച്ചാൽ അപ്പോൾ നമ്മൾ +2 കഴിഞ്ഞ് പോകും. അതുകൊണ്ട് +1 കഴിഞ്ഞ് പോകും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഷേപ്പായി ഓർബിറ്റൽസിന്റെ. അപ്പോൾ എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് സ്പെറിക്കൽ, പി ഓർബിറ്റലിന്റെ ഷേപ്പ് ഡംബൽ, ഡിയുടെ ഷേപ്പ് ഡബിൾ ഡംബൽ. അപ്പോൾ അതിൻ്റെ
അതിനകത്തുള്ള അതിൻ്റെ ഡിഫറൻസ് നോക്കണം. 1s ഓർബിറ്റിൽ സ്മാളസ്റ്റും 3s ഓർബിറ്റിൽ ലാർജും ആയിരിക്കും. 1s സ്മാളും 3s എന്തായിരിക്കും, ലാർജും ആയിരിക്കും. അതാണ് ഒരു വ്യത്യാസം. പിന്നെ നമ്മൾ പി പഠിച്ച് 3 എണ്ണം എക്സ് വൈ ഇസഡ്, ഡി പഠിച്ച് 5 എണ്ണം. ആ 5ന്റെ പേര് പഠിച്ച് വെച്ചേക്കണം. അതാണ് പുതിയൊരു കാര്യം കിട്ടിയത്. ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ. ഓക്കെ, എല്ലാത്തിനും ഷേപ്പ് ചോദിച്ചാൽ ഡബിൾ ഡംബൽ. ഇനി നമ്മൾ അപ്പോൾ ആ പോർഷൻസ് അത്രയേ ഉള്ളൂ. റൂൾസ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ആറ്റംസ് ആണ്. റൂൾസ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ആറ്റംസ്. ഓരോ ആറ്റത്തിലും ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നതിനുള്ള ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വിളിക്കുന്ന പേര് ആഫ്ബാബ് പ്രിൻസിപ്പിൾ. ആഫ്ബാബ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ വിളിക്കുന്ന പേര് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ വിളിക്കുന്ന പേര് ഹൺസ് റൂൾ. ഹൺസ് റൂൾ. ഓക്കെ, ഈ 4 റൂള് വെച്ചിട്ടാണ് ഒരാറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓർബിറ്റൽസിനകത്ത് ഇലക്ട്രോൺസ് ഫിൽഡ് ചെയ്യുന്ന റൂളുകളാണ്. ആ റൂളെല്ലാം പഠിക്കണം. ഒന്നാമത്തത് ആഫ്ബാബ് പ്രിൻസിപ്പിൾ, രണ്ടാമത്തിനെ വിളിക്കുന്ന പേര് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, മൂന്നാമത്തിനെ വിളിക്കുന്ന പേര് ഹൺസ് റൂൾ. അതിനകത്ത് ഒന്നാമത്തെ ആളെ പഠിക്കാൻ പോകുന്നത് ആഫ്ബാബ് പ്രിൻസിപ്പിൾ. ആഫ്ബാബ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇൻക്രീസിങ് എന്നാണ്. ഇൻക്രീസിങ് ഓർഡർ. പോളീസ് എക്സ്ക്ലൂഷൻ, പോളീസ് എക്സ്ക്ലൂഷൻ മീൻസ് ഒഴിവാക്കാമ. അടുത്ത ഹൺസ് റൂള്. മൊത്തം ഉണ്ട് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്നാണ് മൊത്തം പേര്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, അപ്പൊ ആഫ്ബാബ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ആഫ്ബാബ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ്. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ വേരിയസ് ഓർബിറ്റൽ in the increasing order of energy. എന്നുവെച്ചാൽ നമ്മൾ 1s, അത് കഴിഞ്ഞാലാണ് 2s, അത് കഴിഞ്ഞാലാണ് 2p, അടുത്ത ഏതാണ് 3s, അടുത്ത 3p, അടുത്ത ഏതാണ് 4s, അടുത്തത് 3d. ഇങ്ങനെയാണ് ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്നതിന്റെ ഓർഡർ. അറിഞ്ഞാൽ എഴുതി പഠിച്ചോണം. 1s, 2s, 2p, 3s, 3p, 4s, 3d. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എസിനകത്ത് 2 ഇലക്ട്രോൺ, പിക്കകത്ത് 6 ഇലക്ട്രോൺ, ഡിക്കകത്ത് 10 ഇലക്ട്രോൺ വെച്ച് ഈ ഓർഡറിൽ ഉള്ള ഇലക്ട്രോണിനെ ഫില്ല് ചെയ്ത് പോകണം. ആ ഫില്ല് ചെയ്യുമ്പോൾ കണ്ടോ, 1sനേക്കാൾ എനർജി ആർക്ക് കൂടുതലാണ്? 2sന് കൂടുതലാണ്. അതിനേക്കാൾ എനർജി ആർക്ക് കൂടുതലാണ്? 2pക്ക് കൂടുതലാണ്. അങ്ങനെ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുന്നതെന്ന് പറയുന്ന റൂളിനെ വിളിക്കുന്ന പേരാണ് ആഫ്ബാബ് പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് നമ്മൾ 3p കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 3p കഴിഞ്ഞ് നമ്മൾ ഓർഡറിൽ എഴുതണമെങ്കിൽ 3d ആണ്. പക്ഷെ നമ്മളൊരു 4 ആദ്യം കയറ്റി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പഠിച്ചിട്ടുണ്ട്. 4sനേക്കാൾ എനർജി ആർക്ക് കൂടുതലാണ്? 3dക്ക് കൂടുതലാണ്. 4sനേക്കാൾ എനർജി ആർക്ക് കൂടുതലാണ്? 4sനേക്കാൾ എനർജി 3dക്ക് കൂടുതലായത് കൊണ്ടാണ് 4s കഴിഞ്ഞിട്ട് ആരെ ഫില്ല് ചെയ്തിരിക്കുന്നത്? 3d. അല്ലെങ്കിൽ 3d ആണ് ആദ്യം എഴുതുന്നത്. അല്ലെ നമുക്ക് പറയാം 3dക്ക് എനർജി കുറവാണ് 4sനേക്കാൾ. അല്ല, അതുകൊണ്ടാണ് 4sനെ ആദ്യം എഴുതിയിരിക്കുന്നത്. 3d എനർജി കുറവാണെന്നല്ല, എനർജി കൂടുതലാണ്. 4sന് എനർജി കുറവും 3dക്ക് എനർജി കൂടുതലുമാണ്. അപ്പൊ എനർജി കൂടി വരുന്ന ഓർഡറിലാണ് എഴുതിയിരിക്കുന്നതിനെ വിളിക്കുന്ന പേര്. അങ്ങോട്ട് പോകുന്നവർ എനർജി കൂടി വരും എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് ആഫ്ബാബ് പ്രിൻസിപ്പിൾ. ബേസ് ആണ്. ആഫ്ബാബ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ വേരിയസ് ഓർബിറ്റൽ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. ഇനി ഈ റൂളിന് തന്നെ 2 സബ് റൂളുകളുണ്ട്. അപ്പൊ എനർജി എന്ന് പറയുന്നത് പോലെ തന്നെ പറയാം, ഇയാൾ തന്നെ പറഞ്ഞ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അതിന്റെ സബ് റൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എനർജി അല്ലാതെ ഒരു കാര്യം കൂടെ നമ്മൾ എഴുതും. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ വേരിയസ് ഓർബിറ്റൽ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ്
n plus l വാല്യൂ. ഒരു റൂൾ അതാണ്. എനർജി കൂടുന്ന പോലെ തന്നെ n plus l വാല്യൂ കൂടി വരുന്ന ഓർഡറിൽ എഴുതുന്ന പറഞ്ഞേ. ഇതിന്റെ വാല്യൂ ആണ് n plus l വാല്യൂ കൂടി വരുന്ന ഓർഡറിൽ എഴുതും. അപ്പോൾ നമ്മൾ എഴുതാം 2s ഉം 2p രണ്ടും ഒരേ ഓർബിറ്റൽസ് അല്ലയോ? 2s 2p രണ്ടും 2 ലാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ s നെ ആദ്യം എഴുതുന്നത്? p എന്താണ് ആദ്യം എഴുതി കൂടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. p നമ്മൾ എനർജി കൂടി വരുന്ന ഓർഡറിലാണ് പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ n plus l വാല്യൂ. അപ്പോൾ 2s ന്റെ n plus l വാല്യൂ നോക്കിയേ. 2 ആയതുകൊണ്ട് n ന്റെ വാല്യൂ എത്രയാണ്? 2 ഇല്ലയോ? l ന്റെ വാല്യൂ s ആയതുകൊണ്ട് l ന്റെ വാല്യൂ എത്രയാണ്? s ആയതുകൊണ്ട് എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട്? 0. s തുടങ്ങുന്ന നമ്മൾ കോണ്ടനമ്പറിനകത്ത് പഠിച്ചു. l ന്റെ വാല്യൂ 0 ലാണ് തുടങ്ങുന്നത്. l ന്റെ വാല്യൂ 0 ആണെങ്കിൽ s ഓഫ് l അല്ലയോ? അപ്പോൾ 2 plus 0 is equal to എത്രയാണ്? 2. അപ്പോൾ 2p യുടെ n plus l വാല്യൂ എടുത്ത് നോക്കേ. 2p 2 plus p വന്നുകൊണ്ട് അതിന്റെ വാല്യൂ എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട്? 1. 2 plus 1 is equal to എത്ര കിട്ടി അവിടെ? 3. അപ്പോൾ 2p യും 3s ഉം എടുത്തപ്പോൾ n plus l വാല്യൂ ഒരെണ്ണത്തിന്റെ 2 കിട്ടി, ഒരെണ്ണത്തിന്റെ 3 കിട്ടി. അതുകൊണ്ട് 2 കിട്ടിയാൽ ആദ്യം എഴുതും, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ എഴുതും. അതാണ് അടുത്ത സബ് റൂള്. n plus l വാല്യൂ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യാം? ഇനി 2 orbitals have same n plus l value, the orbital with lower n will be filled first. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ if 2 n plus l value are same, ഇനി n plus l വാല്യൂന്റെ n plus l വാല്യൂ സെയിം വരുന്ന കേസസ്, സെയിം വരുന്ന കേസ് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് സെയിം ആയിട്ട് n plus l വാല്യൂ വരുന്ന ആളുകൾ 3s ഉം 3p യും വരില്ല. 3s ഉം 2p യും വരുന്ന വെച്ചോ. 3s ഉം 3d യും ആകുമ്പോൾ രണ്ടും മാറി വരും. plus 3d 4s ഉം 3p യും വരും. സെയിം n plus l വാല്യൂ വരുന്ന കേസസ്. സെയിം n plus l വാല്യൂ ആണ് വരുന്നതെങ്കിൽ n plus l വാല്യൂ നമ്മൾ കൂട്ടുമ്പോൾ സെയിം ആയിട്ട് വരും. അപ്പൊ സെയിം n plus l വാല്യൂ വരുന്ന കേസ് ആണെങ്കിൽ n ന്റെ വാല്യൂ എവിടെയാണോ ലോവർ ആയിട്ട് വരുന്നത്, n ന്റെ വാല്യൂ ലോ കിട്ടുന്ന ഏതാണോ അയാളെ നമ്മൾ ആദ്യം ഫില്ല് ചെയ്യും. അതാണ് അങ്ങനെ വരുന്ന കേസിൽ ചെയ്യേണ്ടത്. 2p യും 3s ഉം വരുന്നു. 2p 3s 2p 3s ഉണ്ടാ. അപ്പൊ 2p യുടെ n plus l വാല്യൂ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 3. 3s ന്റെ n plus l വാല്യൂ എത്രയാണ്? n ന്റെ വാല്യൂ 3 ഇല്ലയോ? s വന്നുകൊണ്ട് 0 ഇല്ലയോ? അപ്പൊ എന്താ വന്ന് 3. അപ്പൊ സെയിം n plus l. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. രണ്ടുപേരെയും കണ്ടുപിടിച്ച് 2p യും 3s ഉം കണ്ടുപിടിച്ചപ്പോൾ n plus l വാല്യൂ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3 എന്ന് കിട്ടി. ഇവിടെ 2p യുടെ 3 കിട്ടി, 3s ന്റെയും 3 കിട്ടി. അപ്പൊ അങ്ങനെ സെയിം കേസ് വല്ലതും വന്നാൽ n ന്റെ വാല്യൂ ലോവർ ആർക്കാണെന്ന് നോക്കണം. n ന്റെ കുഞ്ഞു വാല്യൂ കിട്ടുന്ന ആർക്കാന്ന് നോക്കണം. 2p ക്കകത്ത് n ന്റെ വാല്യൂ 2 ഇല്ലയോ? 3s നകത്ത് n ന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പൊ n ന്റെ വാല്യൂ ലോവർ കിട്ടിയ ആളെ ആദ്യം ഫില്ല് ചെയ്യണം. സെയിം n plus l. അതുകൊണ്ടാണ് 2p ആദ്യം ഫില്ല് ചെയ്യും, പിന്നെ ആരെ ഫില്ല് ചെയ്യും? 3s നെ ഫില്ല് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. n plus l ഈ റൂളിനെ എല്ലാം വിളിക്കുന്ന പേരാണ് ഹാഫ് ബാർ പ്രിൻസിപ്പിൾ. ചോദിക്കുമ്പോൾ ഇത്രയും കാര്യം എഴുതണം. ഹാഫ് ബാർ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം തന്നെ ഇൻക്രീസിങ് എന്നാണ്. അപ്പോൾ ഹാഫ് ബാർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് electrons are filled in the various orbital in the increasing order of energy. അതിന്റെ സബ് റൂൾസ് എന്തൊക്കെയാണ്? ഒരു റൂൾ എന്ന് പറയുന്നത് or increasing order of energy or increasing order of n plus l value. When അടുത്ത റൂൾ, when two elements have two atoms have same n plus l value. Element n plus l value same കിട്ടി. Same കിട്ടിയാൽ the value of n will be lowest value of n will be filled first. എക്സാമ്പിൾ പറഞ്ഞ് 2p യും 3s ഉം. 2p യുടെ n plus l value 3, 3s ന്റെയും 3. അപ്പൊ n ന്റെ വാല്യൂ 2p യിലേക്കകത്തുള്ള n ന്റെ വാല്യൂ 2 ആണ്, 3s നകത്ത് 3 ആണ്. അപ്പൊ n ന്റെ വാല്യൂ ലോവർ ആയ ആളെ ആദ്യം ഫില്ല് ചെയ്യണം. അതാണ് അടുത്ത റൂൾ. അടുത്തത്
രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നാണ്. അതിനകത്ത് ഒന്നുമില്ല, അതൊക്കെ ഒരു കുഞ്ഞു കാര്യമുള്ളൂ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് an orbital can accommodate 2 electrons. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു ഓർബിറ്റലിന് അകത്ത് ആകെ 2 ഇലക്ട്രോണിനെ പറ്റൂ. എസിനകത്ത് 2 ഇലക്ട്രോൺ, പിക്കകത്ത് 6 ഇലക്ട്രോൺ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. നിങ്ങൾ ചോദിക്കും എന്താ പിക്കകത്ത് 6 എണ്ണോ നമ്മൾ പഠിച്ചു, പക്ഷേ പിയുടെ കാര്യം നമ്മൾ പടം വരച്ച് പഠിച്ചു. പിക്ക് 3 സബ്ഷെല്ലുണ്ട്. ഏതൊക്കെയുണ്ട്? എക്സ്, വൈ, ഇസഡ്. പി എക്സിൽ 2 എണ്ണം, വൈയിൽ 2 എണ്ണം, ഇസഡിൽ 2 എണ്ണം. അങ്ങനെയാണ് മൊത്തം 6 എണ്ണമായത്. അടുത്ത ഡിക്കകത്ത് 10 ഇലക്ട്രോൺസ്. അപ്പം ഡിക്ക് 5 ഓർബിറ്റിൽ നമ്മൾ പടം വരച്ച് പഠിച്ചു. എക്സ് വൈ, ഡി എക്സ് വൈക്കകത്ത് 2 എണ്ണം, ഡി എക്സ് ഇസഡിനകത്ത് 2 എണ്ണം, ഡി വൈ ഇസഡിനകത്ത് 2 എണ്ണം, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിനകത്ത് 2 എണ്ണം, ഡി ഇസഡ് സ്ക്വയറിനകത്ത് 2 എണ്ണം. മൊത്തം എത്ര ഇലക്ട്രോൺ ആയി? 10 ഇലക്ട്രോൺ ആയി. അങ്ങനെയാണ് ആരെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്? ഡി എ ഫില്ല് ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞത്. അതാണ് ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനകത്ത് പറഞ്ഞത്. ആൻ ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് 2 ഇലക്ട്രോൺസ് ബട്ട് ദീസ് 2 ഇലക്ട്രോൺസ് ആർ ഓപ്പോസിറ്റ് സ്പിൻ. അതിൻ്റെ പ്രത്യേകത എന്ത്? പി എക്സിനകത്ത് 2 ഇലക്ട്രോൺ നമ്മൾ കൊടുക്കുന്നു വെച്ചോ, പി വൈയിൽ 2 ഇലക്ട്രോൺ കൊടുക്കുന്നു, പി ഇസഡിനകത്ത് 2 ഇലക്ട്രോൺ കൊടുക്കുന്നു. ഈ 2 ഇലക്ട്രോണിന്റെ പ്രത്യേകത എന്തുവാ? 1 ഇലക്ട്രോൺ ക്ലോക്ക് വൈസിലാണെങ്കിൽ 1 ഇലക്ട്രോൺ എങ്ങനെ കറങ്ങുന്നതായിരിക്കണം? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. അതാണ് ഈ റൂളിനകത്ത് പറഞ്ഞത്. ആൻ ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് ഓൺലി 2 ഇലക്ട്രോൺസ്. ദീസ് ഇലക്ട്രോൺ മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. ഈ 2 ഇലക്ട്രോണും എങ്ങനെയായിരിക്കും വേണം? ഓപ്പോസിറ്റ് സ്പിന്നിലും ആയിരിക്കും എന്നാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ മൊത്തം 6 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 3 എണ്ണത്തിന്റെ വാല്യൂ വലത്തോട്ട് പോയി. അപ്പം 3 പ്ലസ് ഹാഫും കിട്ടും, 3 മൈനസ് ഹാഫും കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ആൻ ഓർബിറ്റൽ വലത്തോട്ട് പറയുമ്പോൾ പ്ലസ് ഹാഫ് കിട്ടും എന്ന് പഠിച്ച് നമ്മൾ. ഇടത്തോട്ട് പറയുമ്പോൾ എന്തിനു ഹാഫ് കിട്ടും? മൈനസ് ഹാഫ്. അപ്പോൾ ഇയാൾ പറഞ്ഞത് ആൻ ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് ഓൺലി 2 ഇലക്ട്രോൺസ്. ഒരു ഓർബിറ്റലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? മസ്റ്റ് 2 ഇലക്ട്രോൺസ്. They must have opposite spin. അവരെങ്ങനെയായിരിക്കണം? ഓപ്പോസിറ്റ് സ്പിന്നിലും ആയിരിക്കണം. അതിനെയാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ ഒരു റൂൾ കൂടെ ഉള്ളൂ, ഹൺസ് റൂൾ. ഹൺസ് റൂൾ എന്ന് പറയും. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്നാ പറയുന്നത്. ഹൺസ് റൂൾ ഓഫ് maximum multiplicity. Maximum multiplicity. Hence rule of maximum multiplicity. ഓക്കെ, മറ്റ് 2 റൂളിൻ്റെയും ബാലൻസ് ആണ്. അതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ നോക്കണം, ഹൺസ് റൂളിനകത്ത് പറയുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ഹൺസ് റൂൾ ഇതാ states that electron pairing does not takes place orbitals of same energy, but such orbitals are singly filled by parallel spin. എന്താ പറഞ്ഞേ? ഓക്സിജൻ ആറ്റം അറ്റോമിക് നമ്പർ 8 ആണ്. അങ്ങോട്ടെ നൈട്രജൻ എടുക്കാം 7, ചെമീൻ എടുക്കാം. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 എന്ന് വെച്ചാൽ അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ. അത് നമ്മൾ ഇലക്ട്രോൺ സബ്ഷെല്ലായിട്ട് എഴുതാൻ പോവാ. 1s2, 2s2, 2p3. അതിൽ 3 7 ഇലക്ട്രോൺ. 1s2, 2s2, 2p3. അപ്പം നമ്മൾ ആ ഓർബിറ്റിൽ ഒന്ന് വരയ്ക്കണം. ഒരു 1s വരയ്ക്കാൻ. 1s ഓർബിറ്റിൽ വരയ്ക്കാൻ ഒരു ബോക്സിനകത്ത് ഇലക്ട്രോൺ സൂചിപ്പിക്കും. ഇത് 1s. അടുത്ത 2s. അടുത്തേതാണ് 2p. p വരയ്ക്കുമ്പോൾ ഓർത്തോണം, p ഓർബിറ്റിൽ 3 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ 3 ബോക്സ് വരയ്ക്കണം. എല്ലാം ഒരുമിച്ചാണ്. കാരണം പി എക്സിൻ്റെയും പി വൈയുടെയും പി എസ്ഡിൻ്റെയും ഇത് പി എക്സ്, ഇത് പി വൈ, പി ഇസഡ് ഒരേ എനർജിയാണ്. അതുകൊണ്ട് ഒരു ബോക്സിനകത്താണ് വരയ്ക്കുന്നത്. പിയുടെ 3 ഓർബിറ്റിന്റെ എനർജി സെയിം ആയിരിക്കും.
ഡിയുടെ 5 ഓർബിറ്റലിന്റെ എനർജി സെയിം ആണ്. അതുകൊണ്ട് ആ 3D എന്ന് ഒരുമിച്ച് അങ്ങ് എഴുതുന്നത് നമ്മൾ. അല്ലെങ്കിൽ എക്സിന് എനർജി കൂടുതലാണ്, വൈക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ മാറ്റി മാറ്റി എഴുതണം. പക്ഷേ ഇതെല്ലാം സെയിം എനർജിയാണ്. അപ്പോൾ ഇത് നോക്കിയേ 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ആണ്. ഇലക്ട്രോൺ വരയ്ക്കുന്ന ഒരു ആരോ ഉപയോഗിച്ചാൽ മുകളിലോട്ട് ഒരു ഹാഫ് ആരോ, ഒരു മൊനയൊടിഞ്ഞ ആരോ കൊടുക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് മൊത്തം ആരോ കൊടുത്താൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എളുപ്പത്തിന് കാണാൻ ഭംഗിക്ക് വേണ്ടി ഒരു ഹാഫ് ആരോ കൊടുക്കും. കണ്ട ആരോ 1s2 മുകളിലോട്ട് ഒരാളാണെങ്കിൽ താഴോട്ട് പോകണമെന്ന് പറഞ്ഞില്ലയോ? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരെണ്ണം ക്ലോക്ക് വൈസിലും ഒരെണ്ണം എങ്ങനെയാണ് സ്പിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിലാണ് സ്പിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാരോ മുകളിലോട്ട് കൊടുത്താൽ അടുത്ത ആരോ താഴോട്ടേ കൊടുക്കാവൂ. ഒരെണ്ണം ക്ലോക്ക് വൈസ്, ഒരെണ്ണം ആന്റി ക്ലോക്ക് വൈസ്. അടുത്ത 2s2 2 ഇലക്ട്രോൺ ഇല്ലയോ? 2 എണ്ണം വരച്ചു. 2p പിയിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ഈ ഒരു ബോക്സിനകത്ത് 2 എണ്ണം പറ്റും. ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം. അങ്ങനെയാണ് പിയിൽ മൊത്തം 6 എണ്ണം വരേണ്ടത്. അങ്ങനെ 2 എണ്ണം വെച്ച് വരയ്ക്കാം. പക്ഷെ നമ്മുടെ ഇവിടെ 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യം കാണുന്നതിനകത്ത് ഈ വരച്ചതുപോലെ 2 എണ്ണം കൊടുത്തു, ഇവിടെ ഒരെണ്ണം കൊടുത്തു, 3 എണ്ണം തീർന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഹൺസ് റൂള് പറഞ്ഞത്. അയാൾ പറഞ്ഞത് ഇതുവർക്ക് 3 പേർക്ക് ഒരേ എനർജിയാണ് ഈ ഓർബിറ്റൽ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിനെ 3 പേർക്ക് ഓരോന്ന് വീതം കൊടുക്കണം. സെയിം എനർജി ആയതുകൊണ്ട് സിംഗിളായിട്ട് പാരലായിട്ട് ഒരേ എനർജി വരുന്ന 3 പേരെ ഒരേപോലെ ഫില്ല് ചെയ്യണം. ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു. എന്താ ഇനി ഇലക്ട്രോൺ ഇല്ല, ഇങ്ങനെ ഫില്ല് ചെയ്യാവും. ഇനി 4ാമത് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം 4, 5 ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം, 6 ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് ഫില്ല് ചെയ്യാം. നമ്മുടെ 3 ഉള്ളതുകൊണ്ട് 3 എണ്ണം ഓരോന്ന് എല്ലാവർക്കും ഓരോന്ന് വീതം കൊടുക്കണം. നമ്മൾ വീട്ടിലൊക്കെ ആഹാരം എല്ലാം ഉണ്ടാക്കുന്നവരാണ്. 3 പേരുണ്ടെങ്കിൽ 3 ആഹാരം ഉള്ളെങ്കിൽ 3 ദോശ രാവിലെ ചുട്ടുള്ളെങ്കിൽ 3 പേർക്ക് ഓരോന്ന് വീതം കൊടുക്കണം. ഇല്ലേ ഒരു അടി ഉണ്ടാക്കും. ഒരേ വീട്ടിലുള്ള ആളായതുകൊണ്ട് ആ പിയുടെ ഒരേ വീട്ടിലുള്ള ആളാണ് എക്സും വൈയും ഇസഡും. ഡിയുടെ വീട്ടിലുള്ള ആളുകളാണ് ഡി എക്സ്, ഡി വൈ, ഡി സെഡ്, x², y². എസ് അയാളോട്ട് ബന്ധമൊന്നുമില്ല. എസ് എല്ലാം വേറെ വേറെയാണ്. 1s വേറെ വീട്ടിലെ ആളാണ്, 2s വേറെ വീട്ടിലെ ആളാണ്. അങ്ങനെ ഓർത്താൽ മതി. പി ഒരേ കുടുംബത്തിലുള്ള ആളുകളാണ്. 2p മാത്രമേ ഉള്ളൂ. 3p വേറെ കുടുംബത്തിലാണ്. അയാളൊക്കെ എനർജി കൂടിയ ആളാണ്. ഈ ഡി ആണെങ്കിലും 5 എണ്ണം നമ്മൾ വരയ്ക്കണം. ഡി വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കുന്നത്? ഡി ആണെങ്കിൽ 5 എണ്ണം വരയ്ക്കണം. 1, 2, 3, 4, 5 ഉണ്ടാ. ഇനി ഇൻ കേസ് നമ്മൾ പറഞ്ഞിപ്പോൾ 3 പേർക്ക് കൊടുക്കാൻ ഇവിടെ 3 എണ്ണം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി നമ്മൾ നൈട്രജന് മുമ്പുള്ള കാർബൺ എടുക്കുകയാണ്. കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. നമ്മൾ എങ്ങനെ എഴുതും? 1s2, 2s2, 2p2. ഓക്കെ, 2p2. പിയിൽ 2 അല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തിനകത്ത് ഒരെണ്ണം കൊടുത്ത്, രണ്ടാമത്തെ ഒരെണ്ണം കൊടുത്ത്. ഇല്ലാത്ത സാധനം നമുക്ക് കൊടുക്കാൻ പറ്റൂല. അയാൾ അടി ഉണ്ടാക്കിയാലും നമുക്ക് പ്രശ്നമില്ല. ഇവർക്ക് 2 പേർക്കല്ലേ കൊടുക്കാൻ പറ്റും. ഇനി എടുത്ത് മുറിച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് 1 ഇലക്ട്രോണിനെ 2 ആക്കാൻ പറ്റും. 2 ഇലക്ട്രോണിനെ ഒന്നും കൊടുക്കാം. 1 ഇലക്ട്രോണിനെ നമുക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് ഇതിങ്ങനെ ഒഴിച്ചിട്ടേക്കണം, വരച്ചേക്കണം. പക്ഷേ അത് 2 ഇലക്ട്രോൺ വരച്ച് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. വേറെ റൂളൊന്നുമില്ല. അപ്പോൾ അയാൾ പറഞ്ഞത്, ഈ റൂളിനകത്ത് അയാൾ പറഞ്ഞത്, ആൻ ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ്, അല്ലെങ്കിൽ ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി, ഇലക്ട്രോൺ പെയറിങ്. ഇലക്ട്രോണിനെ പെയറായിട്ട് കൊടുക്കരുത്, ജോഡി 2 എണ്ണം വീതം കൊടുക്കരുത്. എന്തിനകത്ത് പറഞ്ഞു? ഇവിടെ കൊടുക്കാം. എസും 1s കൊടുക്കാം, 2s കൊടുക്കാം. അത് വേറെ വേറെ എനർജി ഉള്ളവരാണ്. ഒരേ എനർജി ഉള്ളവർ വരുമ്പോൾ ഇലക്ട്രോൺ പെയറിങ് നടക്കൂല. ഇലക്ട്രോൺ പെയറിങ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ് ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി, ബട്ട് സച്ച് ഓർബിറ്റൽസ് ആർ സിംഗിളി ഫിൽഡ് ബൈ പാരലൽ സ്പിൻ. സിംഗിളായിട്ട് പാരലായിട്ട് സ്പിന്നിൽ ഇത് ഫില്ല് ചെയ്തെടുക്കണമെന്നാണ് പറയുന്നത്. ആ റൂളിനെ വിളിക്കുന്ന പേരാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൺസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺ പെയറിംഗ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ് ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി. എന്തിനകത്താണ്? സെയിം എനർജി ഉള്ള ഓർബിറ്റൽസിനകത്ത് ഇലക്ട്രോൺ പെയറിംഗ് നടക്കൂല. ബട്ട് ദീസ് ഓർബിറ്റൽസ് ആർ സിംഗിളി ഫിൽഡ് ബൈ പാരലൽ സ്പിൻ. ആ ഓർബിറ്റൽസിനെ നമ്മൾ സിംഗിളായിട്ട് പാരലായിട്ട് സ്പിന്നിൽ ഫില്ല് ചെയ്യണം എന്ന് പറയുന്ന റൂളിനെ വിളിക്കുന്ന പേരാണ് ഹൺസ് റൂൾ എന്ന് പറയും. ഓക്കെ, ഇത്രയായപ്പോൾ 3 റൂളും ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചുള്ള 3 റൂളും തീർന്ന്. ആഫ്ബ പ്രിൻസിപ്പിൾ പറഞ്ഞത് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ വേരിയസ് ഓർബിറ്റൽ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ പറഞ്ഞ് ഈ 2 ഓർബിറ്റൽസ് ഹാവ് സെയിം എനർജി, അല്ലെ സെയിം n+l വാല്യൂ, അല്ലെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് n+l വാല്യൂ. 2 orbitals have same n+l value. One with lower n will be filled first എന്നാണ് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞത്
എന്താണ്, എന്തിനെ കുറിച്ചാണ് പറഞ്ഞേ? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതിനകത്ത് പറഞ്ഞത് ആൻ ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് ഓൺലി 2 ഇലക്ട്രോൺസ്, ദേ മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. അതാണ് അത് പറഞ്ഞത്. മൂന്നാമത്തേനകത്ത് പറഞ്ഞത് ഹൺസ് റൂളിനകത്ത് പറഞ്ഞേ ഇലക്ട്രോൺ പെയറിംഗ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ് ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി ബട്ട് ദീസ് ഓർബിറ്റൽസ് ആർ സിംഗ്ലി ഫിൽഡ് ബൈ പാരലൽ സ്പിൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന പാഠം അവസാനിച്ചു. ഇതിനകത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലം നമുക്ക് ലൈവ് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഞാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡൗട്ട് എല്ലാം ഉണ്ട് ചോദിക്കണ്ടേ? പ്രോബ്ലം കുറേ എണ്ണം ഉണ്ട് ഈ പാഠത്തിനകത്ത്. ഒരു 10-15 പ്രോബ്ലത്തോളം വരും. ആ പ്രോബ്ലം ഇനി നമുക്ക് അടുത്തുള്ള ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അതോടുകൂടി ഈ പാഠം സമാപിച്ചു കേട്ടോ. ഓക്കെ.